മലയാള സാഹിത്യ ലോകത്തെ പകരക്കാരനില്ലാത്ത പ്രതിഭാശാലിയാണ് അക്ഷര സുൽത്താനായ വൈക്കം മുഹമ്മദ് ബഷീർ. മലയാള ഭാഷയിൽ സ്വന്തമായൊരു ഇരിപ്പിടം സൃഷ്ടിക്കുകയും തൻ്റെതായ ഭാഷാ ശൈലി കൊണ്ട് മലയാളിയുടെ ഭാഷാ ലാവണ്യബോധത്തെ അട്ടിമറിക്കുകയും ചെയ്തുകൊണ്ട് അദ്ദേഹം സമ്പന്നമാക്കിയ ഭാഷാ സാഹിത്യം ഇതിഹാസത്തിന്റെ ഭാഗം തന്നെയാണ്. അങ്ങാടിയിൽ, തെരുവിൽ, വീടകത്തളങ്ങളിലെല്ലാം ബഷീറിന്റെ കഥാപാത്രങ്ങളുണ്ട്. ഗ്രാമജീവിതത്തിന്റെ ലാളിത്യവും നോവും വേഗവും വിഹുലതകളും സമം ചേർത്ത് കണ്ണിയിണക്കി വായനക്കാരന് വിരുന്നൂട്ടിയ ബഷീർ അനുഭവങ്ങളുടെ വെയിലും മഴയും നനഞ്ഞ ഉമ്മറക്കോലായിൽ ആഖ്യയും ആഖ്യാതവുമില്ലാതെ നല്ല ചപ്ലാച്ചി ഭാഷയിൽ നർമ്മം പാലിച്ച് ബഷീറിയൻ ഭാഷയെന്ന ക്യാൻവാസിലേക്ക് പകർന്നു നൽകി. ഭാഷണ പ്രയോഗങ്ങൾ കൊണ്ട് ആധുനിക ഭാഷാശൈലിയുടെ വടിവൊത്ത ലോകത്തെ മുഴുവനായും പിളർത്തുന്ന ഉജ്ജ്വലമായ ഭാഷാ സാഹിത്യമാണ് ബഷീർ സാഹിത്യവും ബഷീറിയൻ ഭാഷയും. അലക്കിത്തേച്ച് വടിവൊപ്പിച്ച വ്യാകരണ വഴക്കങ്ങൾ തള്ളി വരമൊഴിയുടെ ഭാഗമാക്കി തീർത്ത അസഖ്യം വാമൊഴികളും ശബ്ദങ്ങളുമാണ് മറ്റെഴുത്തുകാരിൽ നിന്നും ബഷീറിനെ വ്യത്യസ്തനാക്കുന്നത്. സാഹിത്യത്തിന്റെ ഉമ്മറക്കോലായിൽ ബഷീറിന്റെ ചാരുകസേര ഇപ്പോഴും ഒഴിഞ്ഞു തന്നെ കിടക്കുന്നുണ്ട്. മലയാള സാഹിത്യത്തിൽ പകരക്കാരനില്ലാത്ത ബേപ്പൂർ സുൽത്താൻ വരും തലമുറകളിലും ഭാഷാശൈലി പിതാവായി തന്നെ അറിയപ്പെടുന്നതിൽ സംശയമില്ല.